അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന പല പല ദൈവങ്ങളുമുള്ള നാടാണ് നമ്മുടേത്. ഇവിടെ യഥാർത്ഥ ദൈവമായ അള്ളാഹുവിൻ്റെ ഒരു വെല്ലുവിളി നോക്കുക. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ളുരിബ മസലും ഫസ്തമിഊ ലഹ്, ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു, നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, ലൻ യഖ്ലുഖു ദുബാബാ, ലൻ യഖ്ലുഖു ദുബാബാ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവങ്ങൾക്ക് നിസ്സാരമായ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയാൻ കഴിയില്ല. ഇനിയോ വലബിജ്തമഊ ലഹ്, ആ ഈച്ചയെ സൃഷ്ടിക്കാനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും എല്ലാ ദൈവങ്ങളും, ദൈവമെന്ന് പറയുന്ന മനുഷ്യരാകട്ടെ, മരിച്ചുപോയവരാകട്ടെ, മരിച്ചുപോയവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചതാകട്ടെ, ജാറങ്ങളിൽ ഖബറുകളിൽ മഹാന്മാരെന്ന് പറയുന്നവരാകട്ടെ, മരക്കൊമ്പിൽ പ്രവാചകനെ തൂക്കി അത് ദൈവമാണെന്ന് പറയുന്നവരാകട്ടെ, ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് കൂടിയിട്ട് ഒരു ഈച്ചയെ ഉണ്ടാക്കുവാനൊന്ന് ശ്രമിച്ചു നോക്കാനാണ് പറഞ്ഞത്. സാധിക്കില്ല എന്ന് യഥാർത്ഥ ദൈവമായ അള്ളാഹു പറയുന്നു. ഇനി ഈച്ച അവർക്ക് വെച്ചു കൊടുത്ത നിവേദ്യത്തിൽ നിന്നോ മറ്റ് പഴത്തിൽ നിന്നോ പായസത്തിൽ നിന്നോ വല്ലതും തട്ടിയെടുത്താൽ ലാ യസ്തൻഖിദൂഹു മിൻ, അതിൻ്റെ പക്കൽ നിന്ന്, ദുർബലമായ ഈച്ചയുടെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കുവാനും അവർക്ക് കഴിയില്ല. പോരെ, എന്നിട്ടല്ലേ നിങ്ങളെ രക്ഷിക്കുക. ആ ദൈവത്തിന് കൊടുത്ത ആ നിവേദ്യത്തിൽ നിന്ന്, ആ ഭക്ഷണത്തിൽ നിന്ന്, സ്വന്തം ദൈവത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി പോലും ദുർബലമായ ഒരു ഈച്ചയിൽ നിന്ന് തിരിച്ചെടുക്കാൻ കഴിയാത്ത ആളുകളെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലർ തന്നെ. നിങ്ങളും ദുർബലരാണ്, അതിനോട് അപേക്ഷിക്കുന്ന മനുഷ്യരും ദുർബലരാണ്, അതിനേക്കാൾ ദുർബലമാണ് ദൈവങ്ങൾ. എത്ര ചിന്തോദ്വേഗമായ എത്ര വാക്യാണിത്, എത്ര ചിന്തിക്കാൻ കഴിയുന്ന വാക്കാണിത്. മാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു.